ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഞാൻ ഇന്ന് പറയാൻ വരുന്നൊരു കാര്യം, പലരും രണ്ടാം വിവാഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്റേതും രണ്ടാമത്തെ വിവാഹമാണ് ഇപ്പൊ. അപ്പോ പല രീതിയിലും അതിനെ വ്യാഖ്യാനിച്ചിട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പല കാര്യങ്ങളായിട്ടും എൻ്റെ അടുത്ത് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ അതിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. രണ്ടാം വിവാഹത്തെ കുറിച്ച്, പെണ്ണ് രണ്ടാമത് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച്. ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ വിവാഹം. എന്താണെന്ന് വെച്ചാൽ നമ്മളതും മാനസികമായിട്ട് ഒരുപാട് തകർന്നു നിൽക്കുന്ന സമയങ്ങൾ ഏതൊരു പെണ്ണിനും നല്ലൊരു പ്രായത്തില് ഒരു തുണ ആവശ്യം തന്നെയാണ്. നല്ല പ്രായം മാത്രമല്ല, ഒരു പെണ്ണിന് ഏത് പ്രായത്തിലും ഒരാണിന്റെ ആവശ്യം തന്നെയാണ് ഒരു തുണ. ഒന്നുമില്ലെങ്കിലും മാനസികമായിട്ടുള്ള സപ്പോർട്ടിനെങ്കിലും നമ്മളെ കൂടെ നമ്മളൊപ്പം എവിടേക്കെങ്കിലും ഒന്ന് പോവാനും വരാനും. എപ്പോഴും നമ്മുടെ മക്കൾ ഉണ്ടാവില്ല. മക്കളൊക്കെ അവരവരുടെ പാട്ടിന് അവരെ ജോലി അവരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടികളും മക്കൾ അവരെ പഠിപ്പിക്കില്ല, അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ പോകും. നമ്മളെ കൂടെ എപ്പോഴും അവരെ കൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയില് പിന്നെ നമുക്ക് നമ്മളെ മക്കളോട് എന്തൊക്കെ പറയാൻ പറ്റും, അതിനും ഒരു പരിധികളുണ്ട് അല്ലെ. മക്കൾക്ക് നമ്മൾ ആശ്വസിപ്പിക്കാനും ഒരു പരിധികളുണ്ട് അല്ലെ. അപ്പോ അതിനൊരു തുണ നമുക്ക്. പിന്നെ രണ്ടാമത്തത് അവർക്കും ഒരു സമാധാനം. എന്ത്, നമ്മളും ഒരു ആളെ കൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. ഒറ്റയ്ക്കാകുമ്പോൾ അവർക്കും അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പ്രയാസമൊക്കെയാണ്. അപ്പം അതും അവരെ സംബന്ധിച്ച് അത് ടെൻഷനുള്ള കാര്യമാണ്, നമ്മളെ സംബന്ധിച്ചും. പിന്നെ പല തെറ്റിദ്ധാരണകൾ പല രീതിയിൽ അവരെ മനസ്സിലുണ്ടാവും, അതുപോലെ നാട്ടുകാരുടെ മനസ്സിലുണ്ടാവും. അത് നമ്മൾ തിരുത്തി കൊടുക്കേണ്ട ആവശ്യം വരും. പിന്നെ നമ്മുടെ മനസ്സിലൊരു അപകർഷാബോധം നമുക്കും വരും, എന്നെ കുറിച്ച് മറ്റുള്ളവരൊക്കെ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഞാൻ അങ്ങനെ അല്ലാതായിട്ട് പോലും എന്നുള്ളതും. പിന്നെ തിരുത്തി കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. എല്ലാം നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. നാട്ടുകാരോടും മറ്റുള്ളവരോടൊക്കെ വീഡിയോ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ട് ഞാൻ ഇന്നതായിരുന്നു, ഇന്നതല്ല, ഇതല്ലായിരുന്നു, നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാനും പ്രയാസമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്കൊരു ആണ്ട തുണ ആവശ്യം തന്നെയാണ്. അത് ചില ആൾക്കാർക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമാണെങ്കിൽ പോലും വീട്ടിലെ സാഹചര്യം മറ്റുള്ളതൊക്കെ മാനിച്ച് അവര് സഹിച്ചു നിൽക്കുന്നവരുണ്ട്. ചിലര് അവനവന്റെ പിന്നെ എന്താ പറയാ ശക്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ബോൾഡായി ജീവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഫ്രീഡം അല്ല പ്രൈവസി കൊണ്ടോ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ജീവിതങ്ങളുണ്ട്. ഉം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, വിവാഹം കഴിച്ച് ഭാര്യ കൂടെയുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ ഒരു പക്ഷേങ്കിൽ എന്നെ കൊത്തിപ്പറിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അന്നും ഇന്നും ഞാൻ തിരഞ്ഞെടുക്കുന്നതും പറഞ്ഞിരുന്നതും ഒക്കെ അങ്ങനത്തെ കാര്യം തന്നെയായിരുന്നു. വിവാഹം കഴിച്ച ആളെ എനിക്ക് ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളെ യോഗം നമ്മളെ വിധി എന്നൊരു സംഭവം ഉണ്ട്. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, നമ്മളത് സഹിച്ചേ പറ്റൂ, അനുഭവിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നമ്മളെ ഭാര്യയെല്ലോണ്ട് പടച്ചിട്ടുള്ളതുണ്ടെങ്കിൽ, അത് കൂട്ടി റബ്ബ് പടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചേർന്നേ പറ്റൂ. അത് നമ്മൾ ആരും തീരുമാനിക്കുന്ന കാര്യമല്ല. അതങ്ങനെ ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ, അതായത് വിവാഹം കഴിച്ച് ഭാര്യ കൂടെ ഉള്ള ആളാണെങ്കിൽ, നമ്മൾ മാനസികമായിട്ട് ഒറ്റയ്ക്ക് നിന്നതിലും ഡബിൾ ബോൾഡായിട്ട് നമ്മൾ ജീവിക്കണം. ഓക്കെ. അന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഒറ്റയ്ക്കാണല്ലോ റബ്ബ്, എന്റെ കൂടെ വേറെ ഒരാളില്ലല്ലോ, എനിക്ക് എല്ലാം എന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ആളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ, അങ്ങനെ ആയാൽ മതിയല്ലോ, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരുന്നല്ലോ, അല്ലെങ്കിൽ ആളെ തണലിട്ട് കിട്ടുമായിരുന്നല്ലോ, അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുമായിരുന്നല്ലോ എന്നൊന്ന് മനസ്സ് നമ്മൾ കരയായിരുന്നു. അപ്പൊ ഒരാള് ആ ആൾക്ക് വേറൊരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ആള് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ അറിയുമല്ലോ, നമ്മൾ അറിയാതാവില്ലല്ലോ. അപ്പൊ അങ്ങനെ അറിയാതെ പലരും ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല. ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിലും ഡബിൾ ബോൾഡായിട്ട് നമ്മൾ ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ മാനസികമായിട്ട് തകരരുത്. നമ്മൾ വിചാരിക്കണം എന്ത്, ഇപ്പൊ നമുക്ക് പല കുട്ടികൾക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു ആണല്ല, മൂന്നാണ് നാലാണൊക്കെ ഉണ്ട്. റീചാർജ് ചെയ്ത് കൊടുക്കാനും പിന്നെ ചെലവ് ബിരിയാണി നെയ്ച്ചോറും അതും ഇതൊക്കെ മേടിച്ചു കൊടുക്കാനും പിന്നെ കഥ പറയാനും കൊണ്ടുനടക്കാനും അങ്ങനൊക്കെ ആണ് ഇപ്പൊ പെൺകുട്ടികളുടെ ലെവല്. എല്ലാവരും പറയണില്ല, നാളെ ഞാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു എല്ലാ പെൺകുട്ടികളും അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എല്ലാവരും പറയണില്ല, അങ്ങനെ നടക്കുന്ന കുട്ടികളെ ഇഷ്ടം പോലെ കാണും. ഞാൻ ഒരു സ്കൂളിലെ പരിസരത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ അതിന്റെ മുമ്പ് ഞാൻ 10-20 വർഷത്തോളം ഒരു സ്കൂളിലെ പരിസരത്ത് തന്നെ ഞാൻ നിന്നിരുന്നു. അവിടെ നിന്നെല്ലാം കാണുന്നുണ്ട് നമ്മളെല്ലാം. അതുപോലെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളുണ്ട്, നമ്മളെ അനുഭവത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന കഥകളുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇന്നും ഇന്നലെയും ജനിച്ചൊന്നല്ലല്ലോ, കുറച്ചു കാലൊക്കെ ആയില്ലേ. അപ്പൊ നമ്മൾ 10ഓണം കൂടുതൽ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരു സംഭവം തന്നെയാണ്. അപ്പൊ ഏതായാലും അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടത്തില് ഒരു ഫ്രണ്ടിനെ കിട്ടി നമുക്ക്. ആ ഫ്രണ്ട് എപ്പം വേണമെങ്കിലും പോവാം. ഓക്കെ, അത് പവിത്രമായ ബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് അത് ആ രീതിയിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. റബ്ബിന്റെ മുന്നിൽ നല്ല ബന്ധമാണ്. പിന്നെ അവരും റബ്ബും കൂടെ ഉള്ള കാര്യങ്ങളാണ് ബാക്കി.
എന്ത് ചെയ്യണം? നമ്മളതായിട്ടുള്ള ശരിയായ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യലും സ്നേഹിക്കാനും നമ്മൾ പഠിക്കണം, കൊടുക്കണം, സ്നേഹം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. മറിച്ച് അവരെന്ത് തരുന്നുണ്ടോ എന്ന് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കരുത്. ഒരാളുണ്ടല്ലോ എന്ന് മാത്രം. അവർ നെഗറ്റീവായിട്ട് നമ്മളോട് പെരുമാറുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ അതിന് ഒരു ഇത് കൊടുക്കരുത്. എന്താ, എപ്പോഴും അങ്ങനെ ചിന്തിക്കണം. നേരെ അവിടെ നിന്നിട്ട് ഉൾട്ട തന്നെ ആയിരിക്കും വരിക എന്ന് മാത്രം ചിന്തിക്കണം. നല്ല ചിന്തിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടം വരും. ആ ഒരു സ്നേഹം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടം വരും. ഒരു പക്ഷേ അവര് വരുന്നത് നമ്മളെ അടുത്തേക്ക് എന്താ, പല പ്രതീക്ഷയോടുകൂടി. ചില ആൾക്കാർ പെണ്ണ് കെട്ടുന്നത്, രണ്ടാമത് കെട്ടുന്നത് മുതൽ കണ്ടിട്ടായിരിക്കും, ചിലര് സൗന്ദര്യം കണ്ടിട്ടായിരിക്കും, ചിലര് എൻജോയ് ചെയ്യാനായിരിക്കും. അപ്പോഴൊക്കെ അവര് കുറ്റം പറയല് ആദ്യത്തെ ഭാര്യനായിരിക്കും, കുട്ടികളായിരിക്കും. പ്രശ്നങ്ങൾ അവരെ പറിച്ചു കേൾക്കുമ്പോൾ തളർന്ന് നമ്മൾ തകർന്നു പോകും. പാവം തോന്നും, സിമ്പതി തോന്നും. അങ്ങനെയൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണല്ലോ എന്നുള്ള ഇതോടുകൂടെ നമ്മൾക്ക് ഡബിൾ വാരി കോരി തേനും പാലും ഒഴുക്കി കൊടുക്കും. ഓക്കെ, അതും അവരനുഭവിക്കും. അപ്പുറം പോയിട്ട് അവര് നല്ല രീതിയിലാവും. ഇവിടുത്തെ കാര്യങ്ങൾ ചിലപ്പോൾ അവർ ഒരിക്കലും പറയലുണ്ടാവില്ല. ചിലരത് കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴും പറയുമ്പോൾ അവർ പറയും അത് അങ്ങനെയാണ്, അവിടെ ഇങ്ങനൊന്നല്ല, വിചാരിച്ച മാതിരി ഒന്നല്ല, ആ വ്യക്തി അങ്ങനത്തെ ഒരു ഇതൊന്നല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവിടെ പറയും. ഇവിടെ വന്നാല് അവിടെ മിണ്ടിയിട്ട് തന്നെ ഇല്ല, ചിരിച്ചിട്ട് തന്നെ ഇല്ല, നോക്കിയിട്ട് തന്നെ ഇല്ല, അങ്ങനത്തെ ഒരു ലെവലാണെന്ന് നമ്മളടുത്ത് വന്നിട്ട് പറയും. പക്ഷെ അതൊന്നും നമ്മൾ ഇതിൽ കേട്ട് അതിൽ വിടേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ കൂടെ ആ വ്യക്തി ഇരിക്കെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിനോടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതിന്റെ പേരിലാണോ, സ്നേഹം കിട്ടാത്തതിന്റെ പേരിലാണെങ്കിൽ, അല്ലെങ്കിൽ ആ ആൾ വിചാരിച്ച ജീവിതം അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബന്ധം അവിടെ കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്തിട്ട് വേറൊരു ജീവിതത്തേക്ക് പോകണം. അതാണ് അതിന്റെ ശരി. അപ്പൊ ആ ബന്ധം കൂടെ അയാൾ നിലനിർത്തി പോകേണ്ട. പറയലെന്താവും, മക്കൾക്ക് ഉമ്മ ഉണ്ടാവാനും വേണ്ടിയിട്ടല്ല, ബാപ്പയും ഉമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉമ്മ സഹിക്കുന്നത് പോലെ തന്നെ ബാപ്പയും ആ ബന്ധം സഹിച്ചിരിക്കണം മക്കൾക്ക് വേണ്ടി. എന്നിട്ട് പിന്നെ മക്കളുടെ കാര്യങ്ങൾ, മക്കള് പക്വതത്തെ പോവുക വരിക ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അവരുടെ പഠിത്തം പൂർത്തിയാവുക, അല്ലെങ്കിൽ ഉദ്ദേശിച്ച എന്താണ് കല്യാണമാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വേർപിരിയണമെങ്കിൽ വേർപിരിഞ്ഞ് കഴിഞ്ഞിട്ട് വേറൊരുത്തിനെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതാണ് അതിന്റെ അന്തസ്സ് വരുന്നത്. അപ്പൊ അത് സഹിക്കാൻ പറ്റാതെ വേറൊരു ബന്ധത്തിന് പോകുന്ന ഒരു പുരുഷനാണെങ്കിൽ അയാള് അതൊരു തരികിടയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, കുറച്ചെങ്കിലും സഹിച്ചു നിൽക്കാൻ പറ്റാത്തവനാണ് വേറൊരു ബന്ധം തേടി പോകുന്നത്. അപ്പൊ അവനക്ക് പുതിയ ബന്ധത്തിൽ വന്നാല് നമ്മളെ സഹിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാനോ നമുക്ക് സ്നേഹം തരാനോ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ ആക്ടിങ് കൂടെ നടക്കും, അല്ലെങ്കിൽ ഒരു കുറച്ചു കാലം അത് കൺട്രോൾ ചെയ്ത് നടക്കും. അതൊക്കെ കാലങ്ങൾ തെളിയിക്കും. ശരിക്ക് അത് ഒരു സഫറാണ്, യാത്രയാണ് ജീവിതം എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പൊ ആ ജീവിത യാത്രയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു ട്രെയിൻ യാത്ര എന്ന് കൂട്ടിക്കോ, ഒരു ദിവസം മൊത്തം ഒരാളെ കൂടെ തന്നെ നിൽക്കുമ്പോൾ അയാളുടെ പല സ്വഭാവങ്ങളും നമ്മൾ പല സമയങ്ങളിലായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ക്യാഷ് കൊടുത്താല് അയാളുടെ സ്വഭാവം മനസ്സിലാകും. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, പണം കടം കൊടുത്തും യാത്രയിൽ ഒപ്പം കൂട്ടിയും ഒരു വ്യക്തിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ജീവിതം എന്നൊരു സഫറാണ്. ആ സഫറിൽ ഒപ്പം കൂടുന്നവൻ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒപ്പം കൈ പിടിച്ചിട്ട് വരണം, അല്ലെ? ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ മുതലെടുക്കുക, വേറൊരു സ്ഥലത്ത് അത് ഏൽപ്പിക്കുക, എന്നിട്ട് അവരെ സ്നേഹം വേറെ വാങ്ങുക, ഹീറോ ആയിട്ട് നടക്കുക. ഇവിടെ നമുക്ക് എല്ലാം സഹിക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവർ നിൽക്കുക. അങ്ങനെയുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അത് ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ പറഞ്ഞു പോയതാണ്. ഒരു ടീം എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആ ടീമിന്റെ വിഷമം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഏതൊരു സ്ത്രീ ആയാലും അവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ കുഴഞ്ഞു കിടക്കുന്ന സ്ത്രീ ആണെങ്കിൽ പോലും അയാൾക്ക് ഭാര്യ ഇല്ലാതിരിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. അല്ല, മരിച്ചു പോയതാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതായത് ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു പോയതാണെങ്കിൽ ആ അവരെ രണ്ടാമത് വിവാഹം കഴിക്കാൻ വരുന്ന പുരുഷന്റെ ഭാര്യ മരിച്ചിരിക്കണം, തുല്യ ദുഃഖിതരായിരിക്കണം, തുല്യമായിട്ടുള്ള വേദന അനുഭവിച്ചവരാണെങ്കിൽ കാലാകാലം അവർക്ക് ആ വേദനയുടെ അളവ് മനസ്സിലാവും. അല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന വേദന ഒറ്റപ്പെടലോ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. വേറെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഓൾറെഡി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു തുണക്കും വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ വിവാഹം കഴിക്കുന്നെങ്കിൽ അവർക്ക് എനി ടൈം എപ്പോ ഒറ്റപ്പെടൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോ എങ്ങോട്ടൊക്കെ എങ്ങനെയാണെങ്കിലും അവർക്ക് പോവാം. ഇവള് ഓൾറെഡി ആദ്യമേ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ സാധനമാണ്. അപ്പൊ ഇവൾക്ക് അതൊരു വിഷയമല്ല എന്നുള്ള ഒരു തോന്നലായിരിക്കും അവർക്ക് ഉണ്ടാവുക. പടച്ച റബ്ബ് നമ്മളെ കൂടെ ഉണ്ട്, നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടിട്ടല്ല, ഒരു മനുഷ്യനും ഒരിക്കലും എവിടെയോ ഒറ്റപ്പെട്ടിട്ടല്ല. അവന്റെ കൂടെ പടച്ച റബ്ബ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ ഒറ്റപ്പെട്ട് എന്ന് പറയാനില്ല. എങ്കിലും നമ്മളെ കാണുമേ, നമ്മളെ കൂടെ നമുക്ക് സംസാരിക്കാന് നമ്മളെ മുന്നിൽ ആളില്ല, സംസാരിക്കാൻ റബ്ബുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ ഇത് അങ്ങനെ തന്നെയാണ് ചെയ്യല്. എനിക്ക് പറയാനുള്ളതൊക്കെ പഠിച്ച നടന്നിട്ട് ഇരുന്നിട്ടൊക്കെ ഞാൻ പറയും. എന്റെ കൂട്ടുകാരെ പോലെ ആ റബ്ബിനെ കണ്ടിട്ട് ഞാൻ പറയും.
കാരണം എനിക്ക് എന്റെ കൂട്ടുകാരനോടോ അല്ല എന്റെ ഭർത്താവിനോടോ എന്റെ മക്കളോടോ പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഞാൻ എന്റെ പടച്ചറബിനോട് ആ നടന്നിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ, ഞാൻ ഒരു ഫ്രണ്ടിനെ പോലെ ഞാൻ നടന്ന് പറയും. ചിലപ്പം നിസ്കാരത്തിന് പൊട്ടിക്കരയും, അത് പല സമയങ്ങളുണ്ടാവും. അതൊക്കെ നമ്മളെ ഒരു അവസ്ഥ. പക്ഷെ അത് നമ്മളെ പടച്ച റബ്ബിനോട് നമ്മൾ പറയും. അവിടെ നമുക്ക് എന്തും എങ്ങനെ എപ്പോ വേണമെങ്കിലും ഓപ്പൺ ആവാം, എന്തും പറയാം. അതിന് നമുക്ക് തിരിച്ചിട്ട് ഒരിക്കലും നമുക്ക് നമ്മളെ മറ്റുള്ള ഭർത്താവിനോടോ മറ്റുള്ളവരോടോ പറയുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷൻ അല്ല നമുക്ക് വരിക. ഹൈർ തന്നെ വരുള്ളൂ. അതിന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ നമുക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പടച്ച റബ്ബില് തവക്കൽ ചെയ്യാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ മനസ്സിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിന് വല്ലതും വന്നാൽ നമ്മുടെ ശരീരത്തിലെ കാണും. ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തായാലും നെഗറ്റീവ് എനർജിയെ നമ്മളെ മനസ്സ് ഉത്പാദിപ്പിക്കുള്ളൂ. അത് നമ്മുടെ ശരീരത്തിലും നെഗറ്റീവായിട്ട് കാണും. അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അത് നമ്മളൊരു കിടപ്പിലാക്കാനോ നമുക്കൊരു സ്ട്രോക്ക് വരാനോ നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട് വരാനോ സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു സന്ദർഭം, അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്കും നമ്മൾ ഭാരമായി, പ്ലസ് നമ്മളെ ഭർത്താവിന് നമ്മൾ ഭാരമായി, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മളൊരു ഭാരമായി. അപ്പൊ കൂടുതലും നമ്മളെ വെറുക്കാനും അതിൽ കൂടെ നമ്മളെ മടുക്കാനും ചടുക്കാനും ഒക്കെ അവർക്ക് അതൊരു കാരണമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളെ എനർജി, നമ്മളെ മനസ്സ് ഫ്രഷ് ആക്കി വെക്കുക. നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് സഹായം ചെയ്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ തടി കൊണ്ടും നാവ് കൊണ്ടും അതുകൊണ്ട് പണം ഉണ്ടെങ്കിൽ പണം കൊണ്ടും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നമുക്ക് അവരുടെ പ്രാർത്ഥനയും അതുപോലെ നമ്മളെ മനസ്സിന്റെ ഒരു ഇതുണ്ടല്ലോ, ഫ്രഷ്നസ്, നമ്മുടെ മനസ്സിനൊരു എന്താ പറയാ, അത് കൊടുക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, സമാധാനം ഉണ്ടല്ലോ, സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് തരും. അപ്പൊ അത് മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവും, അത്ര മാത്രം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായി വരാം. നിങ്ങൾക്ക് എങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ, എന്റെ ബാറ്ററി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വേറൊരു വീഡിയോസുമായി കാണാം.